മഞ്ചൂരിയൻ റെസിപ്പി ആക്കിയാലോ. വെള്ളം തിളയ്ക്കാൻ വെച്ചു. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഗോബി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതുപോലെ നമുക്ക് കോരി ഊറ്റി മാറ്റി വയ്ക്കാം. മൈദപ്പൊടിയും കോൺഫ്ലോറും ഈക്വൽ അളവിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളക് പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്റർ റെഡിയാക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല ക്രിസ്പിയൊക്കെ വേണമെങ്കിൽ കുറച്ച് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സോഡ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കൺമണിയോടെ കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ സോഡ ഇടാണ്ടിരുന്നത്. ഇനി ഇത് കുറച്ചുകൂടെ ക്രിസ്പി ആവണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഒറ്റ തവണ മാത്രമേ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സ്പ്രിംഗ് ഓണിയനും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം, സോയ സോസ് വേണം, കുറച്ച് ചില്ലി സോസും വിനേഗറും, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും പഞ്ചസാരയും വേണം. പിന്നെ ഒരു കോൺഫ്ലോർ സ്ലറിയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോബി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.